പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുബാറക് നദീർകുട്ടി നിളാവിഷനോട് പറഞ്ഞു. പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അൺഫിറ്റായ കെട്ടിടങ്ങളുടെയും കണ്ടം ചെയ്ത വാഹനങ്ങളുടെയും വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മുബാറക്കാണ്. പുറത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആശുപത്രിയിലെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞ് വന്നൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അതിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അധികമായി ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ അൺഫിറ്റ് ആയിട്ടുള്ള 3 കെട്ടിടങ്ങളാണ്. അത് ഓൾറെഡി അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. ആ ഒരു കെട്ടിടങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായി വെച്ചേക്കുകയാണ്. അപ്പോൾ ആ ഒരു കെട്ടിടങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് ഇപ്പോഴും ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്ന് ഒരു വാർത്ത പ്രചരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വൃത്തിഹീനമായ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞത് ആ ഒരു അൺഫിറ്റ് ആയിട്ടുള്ള കെട്ടിടത്തിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ സ്ഥാപനം എല്ലാ വർഷവും കേരള സംസ്ഥാന സർക്കാരിൻ്റെ കായകൽപ്പം അസസ്മെൻറ്റിന് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പം ഒരു 2 ആഴ്ച മുന്നേയും നമ്മുടെ ഇവിടെ കായകൽപ്പത്തിന് അസസ്മെൻറ്റ് വന്നിരുന്നു. ഈ അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ പേഷ്യൻ്റ് കെയർ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് നമുക്ക് ഈ അസസ്മെൻറ്റിൽ മാർക്ക് ഇടാറ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ദയവ് ചെയ്ത് നിങ്ങളാരും വിശ്വസിക്കരുത്. നിങ്ങളെല്ലാവരെയും, സംശയമുള്ള ആൾക്കാരെ ഒക്കെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ CHC പുറത്തൂരിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കിവിടെ വരാം. ഞങ്ങളുടെ സൗകര്യങ്ങളും ഞങ്ങളുടെ ഫെസിലിറ്റീസും എല്ലാം നിങ്ങൾക്ക് കാണാം. ശരിയാണ്, നമുക്ക് കുറച്ച് മാൻ പവറിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും വളരെ പരിമിതികളോട് കൂടിയിട്ടാണെങ്കിലും ഞങ്ങൾ പരമാവധി പറ്റുന്ന രീതിയിൽ ഒരു രോഗിക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞങ്ങളിവിടെ കെയർ നൽകുന്നുണ്ട്. നമുക്ക് നിലവിൽ 5 PSC ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു NHM ഡോക്ടറുണ്ട്, ഈവനിങ് OPക്കായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഡോക്ടറുണ്ട്. ഫിസിയോതെറാപ്പി നമുക്ക് NHMൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയാണ് നമുക്കിവിടെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ പേഷ്യൻസിൻ്റെ കൂടുതൽ കാരണം HMC വഴി നമ്മൾ ഒരു ആളെയും കൂടി വെച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഫിസിയോതെറാപ്പി OP ഉണ്ടായിരുന്നിട്ടുള്ളൂ. HMC വഴി ഒരാളെയും കൂടെ നിയമിച്ചതിന് ശേഷം ഇപ്പോൾ ആഴ്ചയിൽ 6 ദിവസം നമുക്ക് ഫിസിയോതെറാപ്പി OP നടക്കുന്നുണ്ട്. കായകൽപ്പം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളിൽ ജില്ലയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ആശുപത്രി കൂടിയാണ് പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. പുറത്തൂർ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളായ മംഗലം, തൃപ്രങ്ങോട് എന്നിവിടങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് നിത്യവും ഈ ആശുപത്രിയിൽ എത്തുന്നത്. ജനറൽ മെഡിസിൻ, നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം, ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ജീവിതശൈലീ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് മുഴുവൻ മരുന്നുകളും ഇവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കൂട്ടായി PHCയിൽ നിന്ന് ഉൾപ്പെടെ മരുന്ന് വാങ്ങാൻ ഇവിടെ ആളുകൾ എത്താറുണ്ട്. ആശുപത്രിയിലും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളും നേരിൽ കാണാൻ പൊതുജനങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആശുപത്രിയിൽ സന്ദർശനം നടത്താമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുബാറക് നദീർകുട്ടി നിളാവിഷനോട് പറഞ്ഞു. നിളാവിഷൻ, പുറത്തൂർ.